അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദ്ർ ആകാൻ കൂടുതൽ സാധ്യതയുള്ള 27ന്റെ രാത്രിയാണ്. ഇന്നത്തെ രാത്രി ആരും നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ, നമുക്കെല്ലാ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരം നൽകുന്ന രാത്രിയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ രാത്രി നാം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നാം അറിയാതെ അള്ളാഹു നമ്മെ വൻ വിജയത്തിലേക്ക് എത്തിപ്പിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ലൈലത്തുൽ ഖദ്റിനെ മാത്രം പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. നോക്കൂ, ലൈലത്തുൽ ഖദ്ർ എത്ര പവിത്രമുള്ള രാത്രിയാണ്. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത ഉണ്ട് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദ്റിന് പവിത്രത ഉള്ളത് കൊണ്ടാണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, വിശുദ്ധ ഖുർആൻ അല്ലാഹു ലൈലത്തുൽ ഖദ്റിൽ അല്ലാഹു ഇറക്കിയത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ഖുർആനെ നാം ഇറക്കിയത് ലൈലത്തുൽ ഖദ്റിലാണ്. എന്തേ? ലൈലത്തുൽ ഖദ്റിന് അത്രയും പുണ്യമുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് വിശാലമായി പറയുന്ന ആ സൂറത്തിൽ പറയുന്നു 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത ഉണ്ട് എന്ന് മാത്രമല്ല, തനസ്സലുൽ മലായിക, ലൈലത്തുൽ ഖദ്ർ ഇന്നത്തെ രാത്രി, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ മലക്കുകൾ ഇറങ്ങും. വറൂഹു ഫിഹ, മലക്കുകൾ മാത്രമല്ല റൂഹും ഇറങ്ങും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ് അല്ലേ? റൂഹ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ചില അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നാം അങ്ങ് കരഞ്ഞു പോകും. എൻ്റെ പ്രിയമുള്ളവരെ, റൂഹ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയാകുന്നത് അർവാഹകളെ കുറിച്ചാണ്. റൂഹ് എന്ന് പറയുന്ന പ്രത്യേകമായ മലക്കെന്നും ജിബ്രീലെന്നും അള്ളാഹുവിൻ്റെ റസൂലാണെന്നും പറയുകയാണെങ്കിൽ ഒരഭിപ്രായം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മെ വേദനിപ്പിക്കുന്നതാണ്. പണ്ഡിതന്മാർ പറയുന്നു അന്നഹു റൂഹുൽ അഖ്രിബാഇ മിനൽ അംവാത്ത്, നമ്മിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബാദികളുടെ റൂഹുകളാണ് വരുന്നത്. ഇന്നത്തെ രാത്രിയുണ്ടല്ലോ, നമ്മിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ വല്യമ്മമാർ, നമ്മുടെ ജ്യേഷ്ഠൻ അനുജന്മാർ, നമ്മുടെ മക്കള്, നമ്മുടെ പേരമക്കള്, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, ഭാര്യ മരണപ്പെട്ടിട്ടുണ്ടെങ്ങനെ, ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അവരെല്ലാവരും ഇന്നത്തെ രാത്രിയുണ്ടല്ലോ അള്ളാഹുവിനോട് ചോദിക്കും, യാ റബ്ബനാ യഅ്സല്ലനാ, യാ റബ്ബനാ യഅ്സല്ലനാ ബിന്നുസൂലി മനാസിലനാ, അല്ലാഹ് നമ്മുടെ വീട്ടിലേക്ക് പോകാനൊരു അവസരം നൽകണേ അല്ലാഹ്, നമ്മുടെ വീട്ടിലേക്കൊന്ന് പോകാൻ, ഹത്താ നറാ ഔലാദനാ വഇയാലനാ, നമ്മുടെ കുഞ്ഞുമക്കളെ, നമ്മുടെ ആശ്രിതർ, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുടുംബങ്ങളൊന്നും നമുക്ക് കാണാൻ നമുക്കൊരവസരം നൽകണം അല്ലാഹ്. ആ സമയത്ത് അല്ലാഹു അവർക്ക് അവസരം നൽകും. നാളെ അവരെല്ലാം, ഇന്ന് രാത്രിയുണ്ടല്ലോ അവരെല്ലാവരും, ഇന്നത്തെ രാത്രിയുണ്ടല്ലോ അവരെല്ലാവരും നമ്മുടെ വീട്ടിൻ്റെ പടിവാതിൽ വന്ന് നിൽക്കും. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ വല്ലിപ്പ, നമ്മുടെ വല്ലിമ്മ, അതുപോലെ കുടുംബങ്ങളെന്ന് മരണപ്പെട്ടു പോയ ജ്യേഷ്ഠൻ അനുജൻ മക്കള് പേരമക്കള്, അവർ വീട്ടിൻ്റെ അരികിൽ വരുന്ന സമയത്ത് ലൈലത്തുൽ ഖദ്ർ എന്ന ഈ അനുഗ്രഹീതമായ രാത്രിയിൽ അവർ വന്ന് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം അവർ ആദ്യം വന്ന് പറയും, രണ്ടാമത് നമുക്കൊരു ഉപദേശം അവർ പറയും. യാ അല്ലാഹ്, ആരായാലും ആ ഹദീസ് വായിക്കുമ്പോൾ, ആ വിശദീകരണം വായിക്കുമ്പോൾ, റൂഹ് എന്നതിൻ്റെ വിശദീകരണം വായിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കരഞ്ഞു പോകും. അവർ വന്ന് പറയുന്നു, നമ്മുടെ വാപ്പല്ലെങ്കിൽ ഉമ്മ വന്ന് നമ്മോട് കരഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത് അനാവശ്യമായ ഹറാമിയത്തുള്ള റീൽസും വീഡിയോസ് കണ്ട് നമ്മുടെ ജീവിതം പാഴപ്പെടുത്തിയാൽ നാളെ നമ്മുടെ വീടിൻ്റെ അരികിൽ വരുമ്പോൾ അവർ സങ്കടപ്പെട്ടു പോകും.
ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ വീട്ടിൻ്റെ അരികിൽ ഉണ്ടാകരുത്. അവർ വന്ന് പറയും തസദ്ദഖൂ അലൈന ഫി ഹാദിഹി ലൈലത്തിൻ ബിസദഖത്തിൻ ഔ ലുഖമത്തിൻ ഫഇന്നാ മുഹ്താജൂന ഇലൈഹാ. അവർ പറയും ഞങ്ങൾ വലിയ സങ്കടത്തിലാണ്, പ്രയാസത്തിലാണ്, ഖബറിലാണ്, ഞങ്ങളൊന്ന് ഓർക്കണേ. തസദ്ദഖൂ, ഞങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ ഖബറിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലൊന്ന് ദാനധർമ്മം ചെയ്യണേ. തസദ്ദഖൂ, എന്തെങ്കിലൊന്ന്, ബിസദഖത്തിൻ, എന്തെങ്കിലൊന്ന് സ്വതക്ക, ഫി ഹാദിഹി ലൈലത്തിൻ മുബാറക, ഈ അനുഗ്രഹീതമായ രാത്രിയിൽ എന്തെങ്കിലൊന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവർ വന്ന് പറയുന്ന സന്ദർഭമുണ്ട്. ആ സമയത്ത് നാം റീൽസും വീഡിയോസ് കണ്ട് നമ്മുടെ സമയം ഒരിക്കലും പാഴാക്കരുത്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് നൽകണം. അവർ വന്ന് പറയും ഒന്നും നൽകില്ലെങ്കിൽ അവർക്ക് സങ്കടാകും. നമ്മുടെ പാവപ്പെട്ട കുടുംബങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നൽകാം, അയൽവാസികളുണ്ടെങ്കിൽ അവർക്ക് നൽകാം. എന്തെങ്കിലും അവരുടെ പേരിൽ, വാപ്പയുടെ പേരിൽ, ഉമ്മയുടെ പേരിൽ ആരുമില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അർഹതായ ഒരുപാട് ആളുകളുണ്ട്. പെരുന്നാൾ ഡ്രസ്സ് പോലും വാങ്ങാത്ത ഒരുപാട് കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. ഇതാ ഈ കാണുന്ന ഗൂഗിൾ പേയിൽ എന്തെങ്കിലും നിങ്ങൾ അയച്ചാൽ അർഹരായ കയ്യിലേക്ക് അതെത്തും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അവർ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ടോ, ഹൽ മിൻ അഹദിൻ യതറഹമു അലീന, ഒരാളും കരുണ കാണിച്ചില്ലല്ലേ, ഞങ്ങളോട് ഒരാളും കാണിച്ചില്ല. ഫഇന്നാ മുഹ്താജൂന ഇലൈഹ, ഞങ്ങൾ അതിന് വലിയ ആവശ്യമുള്ളവരാണ്. ഈ സമയത്ത് നമുക്ക് വലിയ ആവശ്യമുണ്ടത്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഫൈൻ ബഖൽതും, നിങ്ങൾ പിശുക്കന്മാരാണെങ്കിൽ, ഒന്നും കൊടുക്കാത്തവരാണ്, എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഒന്നും കൊടുക്കാത്തവരാണെങ്കിൽ, ഫദ്കുറൂന ബിറകഅതൈനി ഹാദിഹിൽ ലൈലത്തുൽ മുബാറക, ഈ അനുഗ്രഹീതമായ രാത്രി 2 റക്അത്ത് നിസ്കരിച്ചിട്ടെങ്കിലും ഞങ്ങളെ ഓർക്കണേ എന്ന് പറയും. എന്നിട്ട് ആരും ഓർത്തില്ലെങ്കിൽ വിഷമാവും. മിൻ അഹദിൻ യദ്കുറു ഖുർബതന, ഒരാളും പോലും നമ്മുടെ ഒറ്റപ്പെടലിനെ ഓർത്തില്ലല്ലോ. ഹൽ മിൻ അഹദിൻ യതറഹമു, ഒരാൾ പോലും കരുണ കാണിച്ചില്ലല്ലോ. എന്നിട്ട് അവർ പറയും യാ മൻ സഖന്തും ദുവരന, യാ മൻ സഖന്തും ദുവരന, നമ്മുടെ വീടുകൾ താമസിക്കുന്നവരെ, യാ മൻ സഖന്തും ദുവരന, നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവരെ, യാ മൻ നകഹ്തും നിസാഅന, നമ്മുടെ ഭാര്യമാരെ നിക്കാഹ് ചെയ്തവരെ, യാ മൻ അഖംതും ഫീ ഔസി ഖുസൂരന, നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവരെ, വിശാലമായ ഉണ്ടാക്കിയ നമ്മുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നുണ്ട്, നാം ചെയ്ത സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, എന്നിട്ട് പോലും ഓർത്തില്ലല്ലോ. എന്നിട്ട് അവർ പറയും വനഹ്നു ഫീ അളഅഖി ഖുബൂരിന, ഞങ്ങൾ ഖുദ്സായ ഒരു ഖബറിലാണെന്ന് ഒരു ചിന്ത പോലും നിങ്ങൾക്ക് വന്നില്ലല്ലോ എന്ന് അവർ സങ്കടപ്പെട്ടുകൊണ്ട് പറയും. യാ ഹൽ മിൻകും അൻ യതഫക്കറു ഫീ ഖുർബത്തിനാ വഫഖറിനാ, നമ്മുടെ ഒറ്റപ്പെടലിനെയും നമ്മുടെ പാപ്പത്തരത്തെക്കുറിച്ച് നിങ്ങൾ ഒരാളും ഓർത്തില്ലല്ലോ, എല്ലാവരും മറന്നല്ലോ. ഇത്ര പെട്ടെന്ന് നിങ്ങളെ മറന്നു പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല അല്ലേ? എല്ലാവരും മറന്നില്ലേ എന്നവർ പറയും. നാളെ വന്ന് നമുക്കവരെ ഓർക്കാൻ സമയമില്ല. നാം മൊബൈലിൽ അനാവശ്യമായ എന്തെങ്കിലും കണ്ടുകൊണ്ട് നമ്മുടെ സമയം പാഴാക്കിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഇന്ന് അല്ലാഹു നൽകിയ സൗകര്യമാണ്, ഒന്ന് മൊബൈൽ എടുക്കുക. നമ്മുടെ കയ്യിൽ ഫോൺ പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, പേടിഎം ഉണ്ട്, എല്ലാം ഉണ്ട്. അതിലൊന്ന് എന്തെങ്കിലും 100, 200, 500, 1000 നമുക്ക് എത്ര സാധിക്കുന്നോ അത്ര രൂപ ആ ഉപ്പയുടെയും ആ ഉമ്മയുടെ പേരിൽ എന്തെങ്കിലും ഒരു ഹദിയ, അവർ സന്തോഷിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലൈലത്തുൽ ഖദറാണ് എന്ന് മനസ്സിലായാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നു തനസ്സലുൽ മലായികത്തു, മറ്റൊന്ന് മലക്കിറങ്ങുമെന്നാണ്. എന്തിനാണ് ഈ മലക്കിനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ലൈലത്തുൽ ഖദറിന്റെ ദിവസം മറക്കുന്നത്? അതിലൊരു സംഭവമുണ്ട്, അതിലൊരു ചരിത്രമുണ്ട്. കാരണം അതിലൊരു അല്ലാഹുവിൻ്റെ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയെ ജനങ്ങൾ മലക്കുകൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് മലക്കുകളെ അന്നത്തെ ദിവസം അല്ലാഹു ഇറക്കുന്നത്. ഇന്നി അലമു മാ ലാ തഅലമു എന്നുള്ളൊരു മറുപടി അല്ലാഹു മലക്കുകളോട് പറഞ്ഞിട്ടുണ്ട്. ആ മറുപടിനെ വളരെ വ്യക്തമായി അവർക്ക് കാണിക്കാൻ വേണ്ടിയാണ് മലക്കുകൾ ഇറക്കുന്നത്. ഈ മനുഷ്യരാശി ഭൂമിയിൽ പടക്കുമ്പോൾ ആ മലക്കുകൾ ഒരുപാട് എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ പറയുന്നു തനസ്സലുൽ മലായിക,
ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം മലക്കുകൾ ഇറക്കും. ആ മലക്കുകൾ ഭൂമിയിൽ വരും. ആ സമയത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അഭിമാനം കൊള്ളണം. അതിനുവേണ്ടി നാം ഒരുങ്ങിയിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ഈ മനുഷ്യരാശിയെ ഭൂമിയിൽ പടക്കുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, ഇദ് ഖാല റബ്ബുക ലിൽ മലായിക, മലക്കുകളോട് പറഞ്ഞ സന്ദർഭം നബിയെ ഓർക്കുന്നില്ലേ? ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ ഉണ്ടാക്കാൻ പോകുന്നു. ആ സമയത്ത് മലക്കുകൾ പ്രതികരിച്ചത് മനുഷ്യരെ ഉണ്ടാക്കുന്നു എന്നല്ല, ഖലീഫയെ, ഒരു പ്രതിനിധി. എന്താ ഈ പ്രതിനിധി എന്ന് പറഞ്ഞാൽ അത് വിശാലമായി വിശദീകരിക്കേണ്ടതാണ്. അതിലോട്ട് പോകുന്നില്ല. നമുക്കിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖലീഫയെ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മലക്കുകൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. അതജഅലു ഫീഹാ, എന്തിനാണ് റബ്ബേ അവരുണ്ടാക്കുന്നത്? മൻ യുഫ്സിദു ഫീഹാ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന, യസ്ഫികു ദിമാ, രക്തങ്ങൾ ചിന്തുന്ന, വനഹ്നു നുസബ്ബിഹു ബിഹംദിക, നിനക്ക് തസ്ബീഹ് പറയാൻ, നിനക്ക് തഹ്ലീൽ പറയാൻ, നിനക്ക് തഖ്ദീസ് പറയാൻ ഞങ്ങളുണ്ടല്ലോ റബ്ബേ. എന്തിനാണ് അവർ വേണ്ട എന്ന് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു, ഇന്നി ആലമു മാ ലാ തഅലമൂൻ, നിങ്ങളറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ട് എന്ന് മലക്കുകളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് മലക്കുകൾ ഇറങ്ങുമ്പോൾ നാം ഇബാദത്തിൽ ധന്യരാണോ? എന്നാൽ ബഹല്ലാഹു ബിഹിമുൽ മലായിക, മലക്കുകളെ മുമ്പിൽ അള്ളാഹു അഭിമാനം കൊള്ളും. മലക്കുകളെ, നിങ്ങളല്ല പറഞ്ഞത് അവർ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്, അവർ രക്തങ്ങൾ ചിന്തുന്നവരാണ്, തസ്ബീഹ് തഹ്ലീലൊക്കെ പറഞ്ഞാൽ ഞങ്ങളുണ്ടെന്ന്. ഇപ്പോൾ അവർ തസ്ബീഹ് പറയുന്നില്ലേ? അവർ തഹ്ലീൽ പറയുന്നില്ലേ? അവർ ഖുർആൻ ഓതുന്നില്ലേ? ഈ അർദ്ധരാത്രിയിൽ അവർ പ്രാർത്ഥിക്കുന്നില്ലേ? അവരെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ പലതും? ഒരു ഉമ്മാക്ക് ഒരു 4-5 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ആ മക്കൾ വളരെ വൃത്തികെട്ട സ്വഭാവമാണ് ചെറുപ്രായത്തിൽ. ആ ഉമ്മ ഒരുപാട്, ആ ഉമ്മയോട് ആ നാട്ടുകാരും ആ ജമാഅത്തുകാരും കമ്മിറ്റിക്കാരും പറഞ്ഞ് കോഴി കുഞ്ഞെ തൊലിപ്പിക്കുന്ന പോലെ ഒരുപാട് മക്കളെ തൊലിപ്പിച്ചിട്ട് എന്താ കാര്യം? ഒരു സംസ്കാരം പഠിപ്പിക്കണ്ടേ, ഒരു ബുദ്ധി പഠിപ്പിക്കണ്ടേ, ഒരു ബോധം പഠിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. അതേ പൊന്നുമക്കളെ വലുതായി ആ നാട്ടിലേറ്റവും കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന നല്ല സ്വാലിഹായ മക്കളായി മാറിയാൽ ആ ഉമ്മാക്ക് എന്തൊരു അഭിമാനം ഉണ്ടാവും അല്ലേ? എത്ര സന്തോഷം ഉണ്ടാവും. അതുപോലെ അള്ളാഹു അഭിമാനം കൊല്ലും. നാം നാളെ ഇന്നത്തെ രാത്രി ഇബാദത്തുകളെ കൊണ്ട് നാം ധന്യമാക്കിയാൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ആരും പാഴാക്കല്ലേ. ലൈലത്തുൽ ഖദ്ർ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട രാത്രിയാണ്. പ്രിയമുള്ളവരെ, ലൈലത്തുൽ ഖദ്റിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ മണിക്കൂറുകളോളം അതിൻ്റെ മഹത്വം പറയാനുണ്ട്. അതിനെ പറയുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈലത്തുൽ ഖദ്റാണെന്നറിഞ്ഞാൽ നാം എന്ത് ചെയ്യണം, നാം രക്ഷപ്പെടാൻ വേണ്ടി നാം എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ്, ഇൻ അലിംതും ലൈലത്തുൽ ഖദ്റ, നബിയെ ലൈലത്തുൽ ഖദ്റിനെ ഞാൻ അറിഞ്ഞു, മാ അഖൂലു ഫീഹാ, അങ്ങനെ ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം നബി, എന്ത് പറയണം നബി ആ ലൈലത്തുൽ ഖദ്റിൽ? അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഇത് പറയണമെന്ന് പറഞ്ഞു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട അഫു എന്നുള്ളത് വലിയ വിഷയമാണ്. അള്ളാഹു നമ്മുടെ പാപങ്ങളെ പൊരുത്തു തരുന്നതിനേക്കാൾ അള്ളാഹു നമുക്ക് മാഫാക്കി തരിക എന്നുള്ളത് വലിയ വിഷയമാണ്. നാം ചെയ്ത തെറ്റവിടെ ഉണ്ടാവുക പോലും ഇല്ല, എല്ലാം മാച്ചു കളയും അള്ളാഹു. പൊരുത്തു തരിക എന്ന് പറഞ്ഞാൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, പക്ഷേ അള്ളാഹു അത് അവിടെ ഇല്ലാതെയാക്കിയാൽ ആ രേഖപ്പെടുത്തിയത് അവിടെ കാണും. നാം അപ്പോൾ ചിന്തിച്ചു പോകും, ഇങ്ങാരും അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ എന്തർഹനാണ് ഞാൻ ശിക്ഷക്ക്, കാരണം അത്രയും തിന്മ ചെയ്തവൻ ബേജാറാകും. പക്ഷെ മാച്ചുകൾ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവൂല. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അള്ളാഹ് നീ മാഫ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ നീ മാഫിനെ ഇഷ്ടപ്പെടുന്നവനാണ്, ഫഅഫു അന്നി അള്ളാഹ് എനിക്ക് പൊരുത്തുക അള്ളാഹ്
എന്നാണ് അള്ളാഹുവിനോട് നാം ചോദിക്കുന്നത്. നാളെ ജിബ്രീൽ അല്ലേ, ജിബ്രീൽ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി അതിൻ്റെ പ്രഭാതം വരെ ഹത്താ മത്ലഹിൽ ഫജ്ർ അല്ലേ, പ്രഭാതമാകുമ്പോൾ ജിബ്രീൽ പറയും അർ-റഹീൽ അർ-റഹീൽ യാ മഹ്ശറൽ മലായിക, ഓ മലായികങ്ങളെ നമ്മൾ പോകാം, യാത്രയാകാം. മലക്കുകൾ ചോദിക്കും, ഓ ജിബ്രീലെ, എന്താണ് ഈ ഉമ്മത്തിന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇന്നത്തെ രാത്രി നൽകുന്നത്? അപ്പോൾ പറയും അള്ളാഹു അവർക്ക് നൽകുന്നതിനെ കുറിച്ച് നദറ ഇലൈഹിം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടും. കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടാനും രക്ഷപ്പെട്ടു. വഅഫാ അൻഹും, അള്ളാഹുവിൻ്റെ തെറ്റുകൾ മാഫ് ചെയ്യും. വഗഫറ ലഹും, അള്ളാഹു അവർക്ക് പൊരുത്തു കൊടുക്കും. പോരെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് രാത്രി നാം ധന്യമാക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ലൈലത്തുൽ ഖദ്ർ ആണ് എന്ന് നമുക്കറിഞ്ഞാൽ അന്നത്തെ രാത്രി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. രാത്രി നിസ്കരിക്കുകയും അങ്ങനൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിലെ 1000 ദിർഹം കൊടുത്ത നല്ലൊരു വസ്ത്രമുണ്ടായിരുന്നു. ആ വസ്ത്രം ധരിക്കുമായിരുന്നു. കാരണം അതുപോലെ ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു അതുപോലെ ഒരുപാട് സ്വഹാബിമാരൊക്കെ ലൈലത്തുൽ ഖദ്റിനെന്ന് പ്രത്യേകമായ സുഗന്ധം പൂശി വളരെ മനോഹരമാക്കുമായിരുന്നു. മലക്കുകൾ നല്ല സുഗന്ധമുള്ള സ്ഥലത്തേക്ക് വരുള്ളൂ, ദുർഗന്ധമുള്ള അവിടത്തേക്ക് മലക്കുകൾ വരില്ല. അതുകൊണ്ട് വീടൊക്കെ ശുദ്ധീകരിച്ച് നല്ല സുഗന്ധങ്ങൾ കൊണ്ട് വീട് പൂശണം. സുഗന്ധം ദ്രവ്യത്തോട് നമ്മുടെ വീട് മനോഹരമായിരിക്കണം, നമ്മുടെ വസ്ത്രങ്ങൾ മനോഹരമായിരിക്കണം. അങ്ങനെ ഉള്ള സ്ഥലത്തേക്കാണ് മലക്കുകൾ വരുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം സാബി റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈലത്തുൽ ഖദ്ർ നമസ്കരിച്ചുകൊണ്ട് ധന്യമാക്കാൻ സാധിക്കാത്തവൻ ചില കാര്യങ്ങൾ ചെയ്താൽ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം കിട്ടുമെന്ന് ബഹുമാനപ്പെട്ടവർ, അത് നേടാൻ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം നേടാൻ സാധിക്കുമെന്ന് ഇമാം സാബി റളിയല്ലാഹു അൻഹു പറയുന്നു. അതിൽ ഒന്നാമത് മഹാനവറുകൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇന്നഹ അഫ്ദലു ആയത്തുൽ ഖുർആൻ, ഖുർആന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ധാരാളം പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഏതാണ് ആയത്ത്? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ധാരാളം പാരായണം ചെയ്യുക. രണ്ടാമതായി മഹാനായ ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഖാമ ഫീ ലൈലത്തിൻ കഫതാഹു, അതായത് ഒരു ദിവസം ഒരുപാട് സുന്നത്തുകളുണ്ട്, അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ നേട്ടങ്ങളും കിട്ടാൻ വേണ്ടി 2 ആയത്തുണ്ടല്ലോ, ആമനർ റസൂൽ, അത് ഓതണമെന്ന് ഹദീസുൽ, അത് ധാരാളം പാരായണം ചെയ്യുക. അതുപോലെ മൂന്നാമതായി പറയുന്നു, ഇന്നഹ തഅദിലു നിസ്ഫുൽ ഖുർആൻ, ഖുർആന്റെ പകുതി ഓതിയ കൂലി കിട്ടുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്ത് സൽസല, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ. അത് 2 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ പരിപൂർണ ഓതിയ പ്രതിഫലം കിട്ടും. അതൊന്ന് ഓതുക. ഇദാ സുൽസിലത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖറജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാ ലഹ. ഇങ്ങനെ തുടങ്ങുന്ന സൂറത്ത് നമുക്കൊക്കെ മനപ്പാഠം അറിയുന്നവർ ഉണ്ടാകും, നോക്കി ഓതുന്നവർ ഓതാ. 2 തവണ ഓതിയാൽ ഖത്മുൽ ഖുർആൻ ഓതിയ പോലെ. സൂറത്ത് ഇഖ്ലാസ് 3 തവണ ഓതിയാൽ ഇത് 2 തവണ ഓതിയാൽ മതി. ഒരു തവണ ഓതി പൂർത്തിയാക്കുമ്പോഴേക്ക് നിസ്ഫുൽ ഖുർആൻ, ഖുർആന്റെ പകുതി ഓതിയ കൂലി കിട്ടി. രണ്ടാമത്തെ ഓതുമ്പോൾ ഖുർആൻ പരിപൂർണമായി ഓതിയ കൂലി കിട്ടുന്നു. അതുകൊണ്ട് അന്നത്തെ രാത്രി അത് അധികരിപ്പിക്കണമെന്ന് ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു പറയുന്നു. മൂന്നാമതായി പറയുന്നു, ഇന്നഹ റുബൂൽ ഖുർആൻ, ഖുർആന്റെ 1/4 കൂലി കിട്ടുന്ന റുബൂൽ ഖുർആൻ ഓതണം. അതായത് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, ഇത് 4 തവണ ഓതിയാൽ ഒരു ഖത്ബുൽ ഖുർആൻ ഓതിയ കൂലി കിട്ടുന്നു എന്ന് മഹാനവറുകൾ പറയുന്നു. അതുപോലെ ഹദീസിലാണ് ഇതുള്ളത്. ഹദീസിന്റെ വെളിച്ചത്തിൽ മഹാനവറുകൾ വിശദീകരിക്കുന്നു. മറ്റൊന്ന് മഹാനവറുകൾ പറയുന്നു, സുലുസുഹു, അതായത് ഖുർആന്റെ 1/3 കൂലി കിട്ടുന്ന സൂറത്തുൽ ഇഖ്ലാസ്, അത് പാരായണം ചെയ്യുക. ധാരാളം ഇന്നത്തെ രാത്രി നാം അത് പാരായണം ചെയ്യുക. 6-മതായി പറയുന്നു, ഇന്നഹ ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹൃദയം എന്നുള്ള സൂറത്ത്, അതായത് സൂറത്ത് യാസീൻ ഓതുക. എന്തിനു വേണ്ടിയാണോ അത് നാം ഓതുന്നത് അതിനു വേണ്ടിയുള്ളതാണ്. ലിമാ ഖുരിഅ ലഹു, നാം ഓതുന്നതിന് വേണ്ടിയുള്ളതാണ്. അത് ഓതി ദുആ ചെയ്താൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇജാബത്ത് കിട്ടും. ധാരാളം ദുആ ചെയ്യുക. നമുക്ക് സാമ്പത്തിക പ്രശ്നമാണോ, ഈ സൂറത്ത് മതി. എല്ലാത്തിലും ഈ സൂറത്ത് പരിഹാരമാണ്. പണം നിന്നിലേക്ക് ഒഴുകിയെത്തും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാളില്ലാത്തവൻ അള്ളാഹു കാട് കൊടുത്തിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്റിൽ ദുആ ചെയ്തപ്പോൾ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖൽബുൽ ഖുർആൻ ഓതാ. അതോടൊപ്പം
ഏഴാമതായി ഇസ്തിഗ്ഫാർ ധാരാളം. അസ്തഗ്ഫിറുല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ, അല്ലാഹുമ്മ അത്ഖിനി മിനൻ നാർ വഅദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇത് ധാരാളം ഇസ്തിഗ്ഫാർ അല്ലേ? നമ്മുടെ പാവങ്ങൾ അല്ലാഹു പൊറുത്തു തരും. അല്ലാഹുമ്മ ഗഫിറതുക ഔസു മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി. അങ്ങനെ നമുക്കറിയുന്ന ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇതിങ്ങനെ ധാരാളം അറിയുന്ന ഇസ്തിഗ്ഫാറിന് ധാരാളം ചെയ്യുക. എട്ടാമത്തെ തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ധാരാളം തസ്ബീഹ് പറയുക. തഹ്മീദ് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് ധാരാളം പറയും. തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം തഹ്ലീൽ പറയാ. ദിക്ർ നമുക്കറിയുന്ന ദിക്റുകൾ ധാരാളം ചൊല്ല. അതുപോലെ 12 സ്വലാത്ത് ധാരാളമായി നാം സ്വലാത്തുകൾ നാളെ അധികരിപ്പിക്കണം. 15 ദ്വാ ധാരാളം അല്ലാഹുവിനോട് ദ്വാ ചെയ്യണം. നമ്മിന്ന് മരണപ്പെട്ടു പോയ കുടുംബാദികൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം, നമുക്ക് വേണ്ടി ദ്വാ ചെയ്യണം. നമുക്ക് അല്ലാഹുവിനോട് എന്തു ചോദിച്ചാൽ കാളില്ലാത്തവനക്ക് കാളുവരെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ചോദിച്ചത് അല്ലാഹു നമുക്ക് നൽകും. അതുകൊണ്ട് ദ്വാ അധികരിപ്പിക്കുക. സ്വതക്കയുടെ കാര്യം മറക്കരുത്. 16 സ്വതക്ക അധികരിപ്പിക്കുക. 15 എല്ലാ തിന്മകളെന്ന് എൻ്റെ പ്രിയമുള്ളവരെ ഒഴിവാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു കാര്യം, ലൈലത്തുൽ ഖദ്റിന്റെ പരിപൂർണം പുണ്യം കിട്ടാൻ വേണ്ടി മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരാള് അതായത് മഗ്രിബും ഇശാ ജമാഅത്തായി നിസ്കരിച്ചാൽ ഫഖദ് അഖദ ബിഹല്ലി വാഫിർ മിൻ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ പരിപൂർണം അവനിക്ക് കിട്ടി എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇശായും മഗ്രിബും ജമാഅത്തായി നിസ്കരിക്കുക. വീട്ടിലുള്ളവരങ്ങനെ, പള്ളിയിൽ വന്നങ്ങനെ, കാരണം എല്ലാവരും ഇശ മഗ്രിബ് ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കുക. 17 അതായത് സുബഹിയും ഇശായും ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവനും നിസ്കരിച്ച് കൂലി കിട്ടുന്നതാണ്. ഇശാ നിസ്കരിച്ചാൽ അതായത് രാത്രിയുടെ പകുതിയും, സുബഹി നിസ്കരിച്ചാൽ അതിന് ശേഷമുള്ള പകുതിയും, അതപ്പോൾ രാത്രി മുഴുവനും ഹയാത്താക്കിയ കൂലി സുബഹിയും അതുപോലെ ഇശായും ഇമാം ജമാഅത്തായി നിസ്കരിച്ചാൽ കിട്ടുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുബഹിയും ഇശ ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലൈലത്തുൽ ഖദ്റിന്റെ പൂർണ്ണ പ്രതിഫലം കിട്ടാൻ വേണ്ടി ഒരു ദിക്റുണ്ട്. ഇത് 3 തവണ ചൊല്ലിയാൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാന റബ്ബിസ് സമാവാതിസ് സബ് റബ്ബിൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ കരീം സുബ്ഹാന റബ്ബിസ് സമാവാതിസ് സബ് വറബ്ബിൽ അർശിൽ അദീം. ഇത് ചൊല്ലുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം ചൊല്ല. ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ ഗഫറല്ലാഹു ലഹു, അവൻ്റെ പാപങ്ങൾ അല്ലാഹു ബിവാഹിദത്തിൻ ഒന്നിനു വേണ്ടി അല്ലാഹുവിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. രണ്ടാമതൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ചൊല്ലിയാൽ നജ്ജാഹു മിനന്നാർ, നരകത്തിൽ നിന്ന് ബിവാഹിദ, ആ ഒന്നിന് നരകത്തിൽ നിന്ന് അല്ലാഹു കാവൽ നൽകുന്നു, രക്ഷ നൽകുന്നു. വദഖലൽ ജന്ന, മൂന്നാമത്തിന് വേണ്ടി അല്ലാഹു സ്വർഗപ്രവേശനം നൽകുന്നു എന്നാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നാളത്തെ രാത്രി, ഇന്ന് രാത്രിയാണല്ലോ ലൈലത്തുൽ ഖദ്ർ. അപ്പോൾ ഇന്നത്തെ രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ നാം അല്ലാഹുവിനോട് ധാരാളം ദുആ ചെയ്യുക. ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്, ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലാഹു നമുക്ക് നൽകിയ വലിയ കാരണം ലൈലത്തുൽ ഖദ്ർ എൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ജിബ്രീൽ പറഞ്ഞുവല്ലോ എന്താണ് അവർക്ക് നൽകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ പറഞ്ഞ മറ്റൊരു മറുപടിയുണ്ട്, അത് വല്ലാത്ത സങ്കടമുള്ള മറുപടിയാണ്. ജിബ്രീൽ പറയുന്നു, 4 വിഭാഗങ്ങളെ ഒഴിച്ച് മറ്റുള്ളവർക്കെല്ലാം പൊറുത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ആ 4 വിഭാഗങ്ങളെ കുറിച്ച് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗം എൻ്റെ പ്രിയമുള്ളവരെ, മുദ്മിനുൽ ഖംർ, നിത്യം അതായത് മദ്യപിക്കുന്നവൻ, ലഹരി ഉപയോഗിക്കുന്നവൻ, കഞ്ചാവ്, മയക്കുമരുന്ന് പലതിൻ്റെ അടിമയായവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു രക്ഷ നൽകുകയില്ല.
അതിന് പരിപൂർണമായി ഒഴിവായി ഇനി മുതൽ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് അതിൽ നിന്നും പിന്മാറിയാൽ നാളത്തെ രാത്രി രക്ഷപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കഴിക്കുകയും പിന്നെ ലൈലത്തുൽ ഖദ്ർ ഉപയോഗിക്കുകയും ചെയ്താൽ ഒരു കാര്യവും ഇല്ല. അതുപോലെ ആഖുൽ വാലിദീൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ അവനൊരിക്കലും രക്ഷപ്പെടൂല. അതുപോലെ ഖാത്തിഉർ റഹ്മ, കുടുംബബന്ധം മുറിക്കുന്നവൻ അവനൊരിക്കലും രക്ഷപ്പെടാൻ പറ്റുകയില്ല. നാലാമത്തെ മുഷാഹിന്, ശത്രുത മനസ്സിൽ ഒരിക്കലും ശത്രുത വെക്കരുത്. നമുക്കൊരാളുടെ ശത്രുതയുണ്ടോ അത് അപ്പം തന്നെ തീർക്കണം. ശത്രുത അത് നാം ഒരിക്കൽ പൊരുത്തു കൊടുക്കലാണ് ഏറ്റവും നല്ലത്. അത് മനസ്സിലിങ്ങനെ വെച്ച് നടക്കുക, മറ്റുള്ളവരോട് കോപിഷ്ഠനായി നാം നടക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, അത് അത്രക്കാർക്ക് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുന്നതല്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ ചുരുങ്ങിയ അമലാണെങ്കിൽ ഒരുപാട് അമലുകൾ നമുക്ക് പറയാനുണ്ട്. ചുരുങ്ങിയത് നാളത്തെ രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം പ്രത്യേകിച്ച് ഇന്ന് ലൈലത്തുൽ ഖദ്ർ കൂടുതൽ സാധ്യതയുള്ള രാത്രി ആയതുകൊണ്ട് ഇന്നത്തെ രാത്രി നാം പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഇത് സുഗന്ധം പൂശി നല്ല വസ്ത്രം ധരിച്ച് ഇത്തരത്തിലുള്ള ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക. ഒരുപാട് നമസ്കാരങ്ങളെ കൊണ്ട്, തസ്ബീഹ് നിസ്കാരങ്ങളെ കൊണ്ട്, അങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങളെ കൊണ്ട്, ഖുർആൻ പാരായണം ചെയ്യൽ കൊണ്ട്, ഖബർ സിയാറത്ത്, ഇത്തരത്തിലുള്ള നല്ല നല്ല സ്വാലിഹായ സൽക്കർമ്മങ്ങളെ കൊണ്ട് നാം തീർച്ചയായും ലൈലത്തുൽ ഖദ്റിനെ ഉപയോഗപ്പെടുത്തിയാൽ മൻ ഖാമ ഈമാനം വഹ്തിസാബ, ആരെങ്കിലും ഒരാൾ ഫീ ലൈലത്തുൽ ഖദ്ർ വലിയ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈമാനോട് കൂടി ആരെങ്കിലും ആ രാത്രി ഉപയോഗപ്പെടുത്തിയാൽ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ സർവ്വപാപങ്ങൾ, അവൻ ചെയ്തു പോയ പാവങ്ങൾ അല്ലാഹു അവനിക്ക് പൊറുത്തു കൊടുക്കുമെന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒരിക്കലും നാം മറന്നു പോകരുത്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ കുടുംബാദികൾക്ക് വേണ്ടി എന്തില്ലെങ്കിൽ അവർക്ക് തഹ്ലീലുകൾ ചൊല്ലിയിട്ടെങ്കിലും, തസ്ബീഹ് ചൊല്ലി, ദിക്റുകളെ ചൊല്ലി, ഒരു 2 റക്അത്ത് നമസ്കരിച്ചു കൊണ്ടെങ്കിൽ അവരെ നാം ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷവും അവസരവും നാം നാളെ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം ഉണ്ടാക്കിയെടുക്കണം. മലക്കുകൾ ഇറങ്ങി വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇബാദത്തുകൾ കണ്ട് അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ സന്തോഷം പറയുമ്പോൾ അള്ളാഹു അഭിമാനം കൊള്ളുന്ന ഒരു അവസരം നാം ഉണ്ടാക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലൈലത്തുൽ ഖദ്ർ കിട്ടുന്ന മഹാഭാഗ്യവന്മാരെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് വേണ്ടപ്പെട്ടവർ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ദുആ ഇജാബത്തുണ്ട്. അള്ളാഹുവിനോട് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു രോഗത്തിന് ശമനം നൽകും. അതുപോലെ കടബാധ്യതകളെ കൊണ്ട്, അതുപോലെ സാമ്പത്തിക പ്രയാസമുള്ളവർ സൂറത്തുൽ യാസീൻ ഓതാ, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. തീർച്ചയായും ഈ സൂറത്ത് നിങ്ങളെ വീട്ടിലേക്ക് പണം ഒഴുകിയെത്തും. അതിനുള്ള നല്ല ജോലിയും അവസരമെല്ലാം അള്ളാഹു നൽകും. അതുപോലെ വിവാഹം പ്രായമെത്തിയ നമ്മുടെ പെൺമക്കൾ, അതുപോലെ ആൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കിട്ടാൻ വേണ്ടി ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദുആ ചെയ്യുക. അതുപോലെ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, മക്കളുടെ പ്രയാസം കൊണ്ട് അനുഭവിക്കുന്നവർ, മക്കളെ സ്വാലിഹായി കിട്ടാൻ, ഭർത്താവ് സ്വാലിഹായി കിട്ടാൻ, അതുപോലെ ഭാര്യ നല്ല സൽസ്വഭാവിയാകാൻ, കുടുംബം നല്ല അച്ചടക്കമുള്ള കുടുംബമാകാൻ, അവരെല്ലാം സ്വാലിഹീങ്ങളും മുഹ്റമീങ്ങളാകാൻ, മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള നല്ലൊരു മരണം കിട്ടാൻ എല്ലാത്തിനും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവരെ ഓർക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ചുള്ള ശ്രേഷ്ഠതകൾ, അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ പ്രിയമുള്ളവരെ നാം വിശദീകരിക്കാൻ പോയാൽ ദിവസങ്ങളോളം വിശദീകരിച്ചാൽ അത് തീരൂല. ഓരോ ഹദീസുകളും ഓരോ ചരിത്ര സംഭവങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മെ അത്ഭുതപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് ലൈലത്തുൽ ഖദ്റിൽ നടന്നിട്ടുള്ളത്. അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു പ്രത്യേക ഔദാര്യവും പ്രത്യേകമായൊരു സമ്മാനമാണ് ലൈലത്തുൽ ഖദ്ർ. മുത്തായ ഹബീബിൻ്റെ ഉമ്മത്തക്ക് നൽകപ്പെട്ടതാണ്. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതുമാണ് ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ
എല്ലാ വർഷം തോറും അള്ളാഹു നമുക്ക് നൽകട്ടെ. മരിക്കുമ്പോൾ ഈമാനോട് കൂടിയുള്ള നല്ല മരണം അള്ളാഹു നൽകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഏത് സദസ്സിൽ പോയാലും മറക്കരുത് ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി സ്നേഹം കൊണ്ട് പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു അവരുടെ മുറാദുകളെല്ലാം ഹാസിലാക്കി കൊടുക്കട്ടെ. മരിക്കുന്ന നേരം നല്ലൊരു മരണം, ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.